ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് രേഷ്മി ഫ്രം 20 ത്രെഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ച് ആണ് കേട്ടോ. ഫെദർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ലൈൻ തന്നെ വരയ്ക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ 4 ലൈനിലും ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡോട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 4th ലൈനിലാണ്. സെക്കൻഡ് ഡോട്ട് ഇട്ടിരിക്കുന്നത് സെക്കൻഡ് ലൈനിലാണ്. തേർഡ് ഡോട്ട് ഇട്ടിരിക്കുന്നത് തേർഡ് ലൈനിലാണ്. ഫോർത്ത് ഡോട്ട് ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് ലൈനിലാണ് കേട്ടോ. ഫെദർ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 4th ലൈനിൽ ഫസ്റ്റ് ഡോട്ടിൽ കുത്തി ഞാൻ മുകളിലോട്ട് എടുത്തു കേട്ടോ, കംപ്ലീറ്റ് ത്രെഡും. അടുത്തത് ഞാൻ സെക്കൻഡ് ലൈനിൽ സെക്കൻഡ് ഡോട്ടിൽ ഞാൻ സൂചി കുത്തി താഴോട്ട് വലിച്ചു. കംപ്ലീറ്റ് ത്രെഡും താഴോട്ട് വലിച്ചില്ല, പാതി മുകളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ നേരെ സൂചി തേർഡ് ലൈന് തേർഡ് ഡോട്ടിൽ കുത്തി സൂചി കംപ്ലീറ്റ് ആയിട്ട് മുകളിലോട്ട് വലിച്ചു. 4th ഡോട്ടിൽ സൂചി കുത്താനായിട്ട് ഫസ്റ്റ് ലൈനിലുള്ള ഡോട്ടിൽ ഞാൻ സൂചി കുത്തി താഴോട്ട് വലിച്ചു. കംപ്ലീറ്റ് ത്രെഡും താഴോട്ട് വലിച്ചില്ല കേട്ടോ. നേരെ സെക്കൻഡ് ലൈനിൽ തന്നെ സൂചി കുത്തി കംപ്ലീറ്റ് ത്രെഡും മുകളിലോട്ട് വലിച്ചു. സോ ഇതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഡോട്ടുകളിലും സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡോട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ടൈറ്റിലിടണം, അല്ലെങ്കിൽ ലൂസായി പോവും. നമ്മൾ ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോകും. പൊതുവെ നമ്മൾ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യാറ് ബോർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റെം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യാറ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു ഫ്ലവർ ഇങ്ങനെ വരഞ്ഞ് അതിൻ്റെ താഴത്ത് ലീഫ് എല്ലാം നമ്മൾ നീറ്റായി വരഞ്ഞ് അതിലാണ് എംബ്രോയിഡറി ഇട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് മാറി.